ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു തിങ്കളാഴ്ച ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. യെസ്, സമയം ഇപ്പം അങ്ങനെ 7:10 ഞാനിന്ന് വിചാരിച്ചൊരു ഫുൾ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഷോർട്സാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ലെങ്ത്തുള്ളൊരു സാധനം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലേക്കായിട്ട് നല്ല മഴയാണ്. രാവിലെ തൊട്ടൊക്കെ നല്ല മഴയാണ്. ഇതിൽ വ്ളോഗ് എടുക്കാൻ വലിയൊരു ക്ലിയർ കുറവ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. വെച്ചാൽ ബാക്കാണ് കുറച്ച് ക്ലിയറിൻ്റെ പ്രശ്നമുള്ളത്. ഫ്രണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ബാക്കും ഫ്രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഫ്രണ്ട് അത്യാവശ്യം എന്താ പറയുക, ഫ്രണ്ട് അത്യാവശ്യം മോശമില്ല. ഞാൻ ബ്ലോഗ് എടുത്തില്ലെങ്കിൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഫ്രണ്ട് എടുത്തരം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലിയറൊക്കെ ഉണ്ട്. ദോ ഗൈസ്, ഞാൻ പഠിച്ച സ്കൂൾ ചെറുക്കര. നമ്മളങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്താനായി. ബാക്ക് ഇങ്ങനെ അടുത്തുനിന്നൊക്കെ എടുക്കുമ്പോൾ ക്ലിയറിൻ്റെ വലിയ പ്രശ്നം വരുന്നില്ല. അതേസമയത്ത് നമ്മളിങ്ങനെ ലോങ് ആയിട്ടുള്ള മറ്റു സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചും ക്ലിയറുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതിൽ ബ്ലോഗ് എടുക്കുമ്പോൾ ഉള്ളത്. അല്ലാണ്ട് വലിയ സീനൊന്നുമില്ല. യെസ്, നമ്മളങ്ങനെ റെയിൽവേ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇത് ഇപ്പോൾ താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തതാണ്. എവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ പറയുക, മെഞ്ഞാൻ തുടങ്ങിയാണ് സീന്. ചായ കുടിക്കട്ടെ. എൻ്റെ മോനെ ശരിയാ ലൈറ്റ് ഇട്ടാ. തലശ്ശേരിയിൽ 7:47 ലൈറ്റ് ആയാലും 7:40 വർഷം എത്തത്. 45 മിനിറ്റ് ലൈറ്റ് 8 സംതിങ്ങിനെത്തണ്ട്. അതിൻ്റെ വേഗത്തിൽ തന്നെ മുമ്പൊരു ട്രെയിൻ അതിൽ കയറി ഇപ്പോൾ 9:30 മണിയായി ഇവിടെ കോഴിക്കോടെത്തി. ഏത് ലൈറ്റ് പോണേ. അങ്ങനെ മാനാഞ്ചിറ എത്തി സുഹൃത്തുക്കളെ. എന്താ മോനെ, അപ്പാട് റെയിൽവേ ഇറങ്ങി അപ്പാടും വേഗം ഇങ്ങോട്ട് അടുത്ത ബസ് മാനാഞ്ചിറക്ക് പിടിച്ചാണ്. സമയം ഇപ്പോൾ പാലാ ബസ് ഉണ്ട് തോന്നുന്നുണ്ട്. 9:45 അങ്ങനെ ബസ്സുണ്ട്. ട്രെയിനിന്നാണെങ്കിൽ ഉറക്കം വന്നിട്ട്
കിടക്കണമെന്നുണ്ട് കിടക്കണമെന്നുണ്ട് ആ ഒരു ഇതാണ്. കിടന്നിട്ടാണ് മര്യാദയ്ക്ക് ഉറക്കം വരുന്നില്ല. കുറച്ച് നേരം പാട്ട് വെച്ച് നോക്കി. എന്തൊക്കെ ഇന്നൊരു വല്ലാത്തൊരു എന്തൊക്കെ ഒരു ദിവസമാണ്. എന്താ ചെയ്യാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. ഹേ ഗായ്സ്, അപ്പോൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിഞ്ഞു, ക്ലാസ് ഇന്നത്തെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രാക്ടീസാണ്. നമുക്ക് എന്താ പറയുക, ഓണത്തിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സില്ല. യെസ്. പിന്നെ വേറെ എന്തൊക്കെയാണ്. അപ്പോൾ ടൈമിപ്പോൾ 1:45. ഇവിടെ ഇപ്പോൾ കുറച്ച് മുന്നേ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗൈസ് എന്താ പറയുക, അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇതാ റെയിൽവേയിലെത്തി. ഇപ്പോൾ ട്രെയിൻ വരും. അറിയില്ലേ വ്ളോഗ് എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു ചായ കുടിക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് ഒരു എൻഡിങ് ഇല്ലാതായിപ്പോയി. അന്ന് ഞാൻ വിചാരിച്ചത് ഇന്നത്തെയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ഇടാം. നമ്മളെ ട്രെയിൻ ഇപ്പോൾ വരും. ഏതാനും നിമിഷങ്ങൾക്കകം വരും എന്നാണ് പറഞ്ഞത്. ഇന്നലെ അത് എൻ്റെ മോനെ 45 മിനിറ്റ് ലേറ്റ് ചെയ്തു. യെസ്. ഇതോ ഗായ്സ്, നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. ഓ, ട്രെയിനിൽ കയറട്ടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ സക്സസ്ഫുള്ളി ട്രെയിനിൽ കയറി സീറ്റ് കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ മാനന്തവാടിയിലെത്തി. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി സുഹൃത്തുക്കളെ. നല്ല വെയിലാണെന്ന്. യെസ്. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പിന്നെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് റെയിൽവേയിലേക്ക് പോകണം. ഇന്നും എന്താ പറയുക, പരീക്ഷ കിട്ടും തോന്നില്ല. ഇന്നും 5:30 ട്രെയിൻ തന്നെ ആയിരിക്കും. നോക്കാം. അത് മിസ്സായി. പശു മിസ്സായി. ഇനി മറ്റേ തന്നെ നോക്കാം. നമ്മളെ ട്രെയിൻ ഇപ്പോൾ വരും, പാലക്കാട് കണ്ണൂർ.
വടകരെത്തി. പോയി വരുമ്പോഴത്തേക്കൊരു വിട്ടായി. ഇതാ തലശ്ശേരി എത്തിക്കൊണ്ട് നിൽക്കണം. ആൻഡ് എന്താ പറയുക, ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.